വീണ്ടും ഒരു ദൈവ ആരാധനയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു ദേശത്തിന് എന്തുമാത്രം അനുഗ്രഹമാണ് കർത്താവ് നൽകുന്നതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, നിങ്ങളുടെ നാട്ടിൽ വന്ധ്യതയോ ഗർഭചിത്രമോ ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമീപ പ്രദേശങ്ങളിലേക്ക്, നമ്മുടെ ദേശത്തിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയണം, രോഗങ്ങൾ പെരുകുമ്പോൾ, വന്ധ്യതയും ഗർഭചിത്രവും നമ്മുടെ നാട്ടിൽ വളരുമ്പോൾ, നമ്മുടെ ഭക്ഷ്യപാനീയങ്ങൾ, കൃഷിയിടങ്ങൾ നശിക്കുമ്പോൾ, നമുക്ക് ദീർഘായുസ് കുറഞ്ഞു പോകുമ്പോൾ വേണ്ട വിധം ദൈവത്തെ ആരാധിക്കാത്തതാണോ അതിൻ്റെ കാരണമെന്ന് നമ്മളെ തന്നെ വിലയിരുത്തേണ്ടതായി ഉണ്ട്. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി നമുക്ക് വീണ്ടും ദൈവത്തെ ആരാധിക്കാം. ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ കർത്താവ് നമ്മളെ നയിക്കുകയാണ്. ഈ സെക്ഷൻ നേതൃത്വം കൊടുക്കുന്നത് ഷാലോം ശുശ്രൂഷകനായ ശ്രീ ഡൊമിനിക് സാവിയോയാണ്. അദ്ദേഹത്തോട് ചേർന്ന് ഏക മനസ്സോടെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്പം കൂടെ സ്വരം ഉയർത്തി ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എല്ലാവരെയും നല്ലൊരു ആരാധനയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുക. നമ്മളോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം സഹോദരങ്ങൾ വളരെ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുവാനുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നമുക്കറിയാം, എവിടെയും ഒരു ആഗ്രഹം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് ഹൃദയം കൊണ്ടൊരു ആരാധനയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് മുന്നോടിയായി ദൈവത്തിൻ്റെ സ്നേഹം ഒക്കെ നമുക്ക് പങ്കിടാം. പരസ്പരം മുഖത്തൊക്കെ നോക്കി ഈശോ മിശിഹായ്ക്ക് സ്തുതിയൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ കടന്നു വരാം. പരസ്പരം ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി കർത്താവിൻ്റെ സമാധാനം നമുക്ക് പങ്കിടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്പം കൂടെ ഒന്ന് സന്തോഷം പറയാമോ? ഹല്ലേലൂയ. കരങ്ങൾ വീശിയോ എന്ന് പറയാം. ഹല്ലേലൂയ. ഒരുപക്ഷെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ അയോഗ്യതകൾ ദൈവസാന്നിധ്യത്തിൽ നമ്മളെ അകറ്റുവാൻ വേണ്ടി ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്, ദൈവം പാപിയായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം. ദൈവം പാപിയായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ. സന്തോഷമായോ? നാം എത്രമാത്രം അയോഗ്യാവസ്ഥയിലാണെങ്കിൽ തന്നെയും ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ സായാഹ്നത്തിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ശരീരങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ഒരു സജീവ ബലിയായി സമർപ്പിച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, പരാതികൾ നിർത്തി നൊമ്പരങ്ങളിലേക്ക് നോക്കി വിതുമ്പി കരയാതെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ എപ്പോഴും സന്തോഷത്തോടെ ആയിരുന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ, നാം ദൈവത്തെ പ്രകീർത്തിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് പറഞ്ഞേ, നാം എത്രമാത്രം പാപിയാണെങ്കിലും, പരസ്പരം കൈകളൊക്കെ ഒന്ന് കൊടുത്തിട്ട് പറയാം, മുഖത്ത് നോക്കി പറയാം, നാം എത്രമാത്രം പാപാവസ്ഥയിലാണെങ്കിലും, കുടുംബങ്ങളിലായിരിക്കുന്നവരെ കുടുംബങ്ങളിൽ ഈ ശുശ്രൂഷ ചേർന്ന് സഹകരിക്കുക, നാം എത്രമാത്രം പാപികളാണെങ്കിലും ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്താൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ.
ഹല്ലേലൂയ. രണ്ട് കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ നമ്മുടെ ഹൃദയം കർത്താവിന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ, ഈ സായാഹ്നത്തിൽ അങ്ങയുടെ മക്കൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഈ മക്കളുടെ ഹൃദയങ്ങളെ കെട്ടിയിരിക്കുന്ന സകല അന്ധകാര പീഡകളും തിന്മയുടെ ആധിപത്യങ്ങളും ക്ഷീണങ്ങളും തളർച്ചകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ സകല അന്ധകാരങ്ങളും സകല തിന്മയുടെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 116 സങ്കീർത്തനത്തില് 12 തിരുവചനത്തിലെ സങ്കീർത്തന ഇപ്രകാരം പറയുക: കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു നൽകും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി, രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ യേശുവിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, രക്ഷാനാമത്തെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്കറിയാം ദാവീദ് പാപം ചെയ്തവനായിരുന്നു. അതെ, അവൻ അശുദ്ധിയിലേക്ക് നയിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ അവൻ തൻ്റെ പാപത്തെ ഓർത്ത് അനുതപിച്ച് എളിമയോടെ വീണ്ടും തമ്പുരാന്റെ പക്കലേക്ക് ജീവിതം സമർപ്പിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവന്റെ കുലത്തിൽ നിന്നും അവന്റെ വേരിൽ നിന്നും ഇതാ ഒരു അനുഗ്രഹം, ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ യോഗ്യതയാലാണ് നമ്മുടെ അയോഗ്യതകൾ മാറ്റപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം പാപിയാണെങ്കിലും, എത്രമാത്രം അയോഗ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, നമ്മുടെ യോഗ്യതകള് നമ്മളെ അയോഗ്യരായി നമ്മളെ യോഗ്യരാക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അവന്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാം. കരങ്ങൾ രണ്ടും മാറോടൊന്ന് ചേർത്ത് പിടിക്കാം. കർത്താവേ, അവിടുത്തെ ജീവരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച യേശുവിനെ ഒന്ന് കണ്ണുകളടച്ച് കാണാമോ? കണ്ണുകളടച്ച് യേശുവിനെ കണ്ടുകൊണ്ട് അവന്റെ യോഗ്യതയോട് ചേർത്ത് നമുക്ക് ഈ രടിയോട് ചേരാം. കാണാമോ? പാടാമോ? ഹൃദയത്തിലൊന്ന് പാടാമോ? ഒരിക്കൽ കൂടി പാടാമോ? ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ടൊന്ന് പാടാമോ? സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ രക്ഷയുടെ പാനപാത്രം ഉയർത്തിക്കൊണ്ട് യേശുവിന്റെ നാമത്തെ എല്ലാ നാവുകളും വാഴ്ത്തിപ്പാടാം. ഈ ഗാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും ഒരു ആരാധനയെ സമർപ്പിക്കാം. എല്ലാവരും ബോധപൂർവ്വം ആരാധിക്കാം. ഈ രടികളോട് ചേർന്ന് വെച്ച് നമുക്ക് പാടാം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നു. സകല നാവുകളും അങ്ങേ ആരാധിക്കട്ടെ. ഞങ്ങൾ ഹൃദയം കൊണ്ട് വാഴ്ത്തി പാടും. നീ യോഗ്യനാണെന്ന് പാടും.
എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനായ യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. വലതുകരം ഉയർത്തി പിടിച്ചു. രണ്ട് കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കാം. നിത്യമായ സ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്തവനായ യേശുവിനെ ഒന്ന് ഓർക്കാം. പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ പിതാവിന്റെ അനന്തമായ കാരുണ്യം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മനുഷ്യനായി പിറന്നു. നീ ഏത് മതവിശ്വാസത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഓർക്കുക, നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ കുരിശു മരണത്തിലൂടെ, അവൻ കല്ലറകളെ ഭേദിച്ച് ഉദ്ധാനം ചെയ്തതിലൂടെ ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് നിന്റെ അയോഗ്യതകളെ യോഗ്യതകളാക്കി മാറ്റും. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താമോ? രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യേശുവിനെ കണ്ടുകൊണ്ടൊന്ന് സ്തുതിക്കാമോ? ആരാധിക മക്കളെ, യേശുവേ ഉറക്കെ വിളിച്ച് നിന്റെ അടുത്തിരിക്കുന്ന ഒരു 4-5 പേർക്ക് കേൾക്കാവുന്ന ഉച്ചത്തില് ആ യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ, അഗ്നിയായി നിറയണമേ. യേശു കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശു മാത്രം ലോകരക്ഷകൻ, ഏകരക്ഷകനായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ. കരങ്ങൾ താത്തി കണ്ണുകളടച്ച് ക്രൂശിതനെ കണ്ടുകൊണ്ട് പാടാം. നിത്യമായ സ്നേഹത്താൽ നമ്മെ വാരിപ്പുണരുന്ന തമ്പുരാന്റെ സ്നേഹമൊന്ന് അനുഭവിക്കാമോ? കഴിഞ്ഞ നാളുകളിൽ നമ്മെ വഴി നടത്തിയ, ആപത്തിൽ നമ്മെ താങ്ങിയ, വീഴ്ചയിൽ നമ്മെ താങ്ങിയ, നമ്മുടെ രോഗപീഠകളിൽ നമ്മളെ താങ്ങിയ, കുടുംബം തകർന്നു പോകുമായിരുന്ന നമ്മുടെ കുടുംബ ജീവിതത്തെ താങ്ങിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് ഓർക്കാമോ? യേശുവേ, ഈ രാത്രിയിൽ ഇതാ എന്റെ കുടുംബം ഇതാ ആരാധിക്കുന്നു. നന്ദി പറയാം. നിത്യമായി സ്നേഹിച്ചെന്നേ ഓർക്കാമോ? തിരുനീണത്താൽ വീണ്ടെടുത്തു. അതെ, ഉയർത്തെന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. മരണത്തെ
യോഗ്യൻ നീ. എല്ലാവരും പാടുന്നു. യേശുവേ, സ്വരമുയർത്തി പാടുന്നു. സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ. യോഗ്യൻ നീ. പാടാമോ? ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ഒന്നുകൂടി പാടാമോ? യോഗ്യൻ നീ. യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ. യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ യോഗ്യൻ. ഓ, കല്ലറകളെ വേദിച്ച് ധ്യാനം ചെയ്തവനെ. സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കാമോ? ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കാമോ? ഒരിക്കൽ കൂടി സ്തുതിക്കാമോ? യോഗ്യൻ നീ. പാടാമോ? യോഗ്യൻ നീ. യോഗ്യൻ നീ. കരങ്ങൾ വീശി യേശുവേ, ഈശോയെ കണ്ടു. സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ. യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. കണ്ണുകൾ അടച്ച് എല്ലാവരും ഒരിക്കൽ കൂടി. യോഗ്യൻ നീ. യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ. യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, പത്മോസ് ദ്വീപിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യോഹന്നാൻ ശ്ലീഹ സ്വർഗീയ ദർശനം കാണുന്നത് നമ്മൾ വെടിവാടിൽ വായിക്കുന്നു. അതെ, സിംഹാസനത്തിന്റെ കൈകളിലിരിക്കുന്ന ചുരുൾ നിവർത്തുവാൻ ആരെയും കാണാതെ വിതുമ്പിക്കരഞ്ഞ യോഹന്നാൻ ആ വിതുമ്പല് കേട്ടുകൊണ്ടൊരു ദൂതൻ കടന്നു വന്ന് യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാൻ ശ്ലീഹയോട് പറയുകയാണ്, നീ കരയരുത്. ഈ ചുരുൾ നിവർത്തുവാനും ഇത് വായിക്കുവാനും കഴിവുള്ളവൻ യൂദാ വംശത്തിന്റെ വേരും ദാവീദിന്റെ വേരും യൂദാ വംശത്തിൽ പിറന്നവനുമായ യേശു യേശു ദൈവ കുഞ്ഞാട് ഇവിടെയുണ്ട്. വെളിപാട് 5:12 പ്രകാരം പറയുകയാണ്, എല്ലാ സ്തുതിയും എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും എല്ലാ ആരാധനയും എല്ലാ ആധിപത്യവും എല്ലാ ജ്ഞാനവും സ്വീകരിക്കാൻ യോഗ്യനായ ഒരുവൻ മാത്രം, കർത്താവായ യേശു ക്രിസ്തു. 2 കരങ്ങളും അവന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ അയോഗ്യതകൾ നോക്കണ്ട. കർത്താവ് യോഗ്യനാണ്. കർത്താവിന്റെ യോഗ്യതയോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സ് തുറന്ന് പ്ലീസ് ദയവായി എല്ലാവരും കണ്ണുകളടച്ച് ഹൃദയമുയർത്തി യേശുവിനെ ഒന്ന് വിളിച്ച്, കണ്ണുനീരോടെ ഒന്ന് വിളിച്ച്, എന്റെ യേശുവേ ഒന്ന് ചങ്കുപൊട്ടി വിളിച്ചേ മക്കളെ. നിങ്ങളുടെ അയോഗ്യതകൾ എന്തുമായിക്കോട്ടെ, യേശുവിനെ ഒന്ന് വിളിച്ച് 2 കരങ്ങളൊന്ന് പൂർണ്ണമായി ഉയർത്തിക്കേ. യേശുവേ, കരങ്ങൾ താത്തി താളത്തിൽ കരങ്ങൾ അടിച്ച് തന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകിയ കർത്താവിനെ ആരാധിക്കാം. സൗഖ്യദായകൻ എന്നേശു അടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ അവനിൽ ആശ്രയിക്ക്. എന്റെ നാഥാ
സ്തുതിക്കുന്നു. പാടാമോ? അടിക്കണരാ. കരങ്ങൾ ഉയർത്തി. യോഗ്യൻ നീ കരങ്ങൾ അടിച്ച്. യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. ഉള്ളു തുറന്ന് പാടാമോ? യോഗ്യൻ നീ, യോഗ്യൻ നീ. പാടിക്കേ. ദൈവകുഞ്ഞാടേ നീ കരങ്ങൾ വീശി. യോഗ്യൻ, കരങ്ങൾ വീശി. യോഗ്യൻ നീ. പാടിക്കേ. യോഗ്യൻ നീ. യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ. പാടിക്കേ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, ഒരിക്കൽ കൂടി സ്വരം ഉയർത്തി പാടുന്നു. യേശുവേ. യോഗ്യൻ നീ. യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. കരങ്ങൾ അടിച്ച്. യോഗ്യൻ നീ, കരങ്ങൾ താത്തി. യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ എല്ലാവരും പാടുന്നു. യോഗ്യൻ. വീണ്ടും വീണ്ടും പാടുന്നു. യേശുവേ. യേശുവേ, യേശുവേ, പാടിക്കേ. യേശുവേ, യേശുവേ, സ്നേഹമേ. യേശുവേ, 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 യേശുവേ വിളിച്ചേ. യേശുവേ, കരങ്ങൾ അടിച്ച്. യേശുവേ, 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 എൻ സ്നേഹമേ. യേശുവേ. കരങ്ങൾ വീശി. യേശുവേ, യേശുവേ, പാടാമോ? യേശുവേ, 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 ആശേ. അരുവിലേ. എല്ലാവരും കണ്ണു അടച്ച്. എല്ലാവരും പാടുന്നു. അരുവില്. യേശുവേ. സ്തുതിക്കുന്നു. സ്വതന്ത്രമായി സ്തുതിക്കുന്നു. യേശുവിനെ വിളിക്കുന്നു. യേശുവിനെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടിനെ കണ്ടാരാധി. ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കണ്ണുകളടച്ച് കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി. ദൈവ കുഞ്ഞാട് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, നമ്മെ വീണ്ടെടുത്തവൻ, നമ്മുടെ വേദന കണ്ടുകൊണ്ടിരിക്കുന്നവൻ, അവന്റെ പക്കലേക്ക് ഹൃദയം ഉയർത്തുന്നതിന് പ്രതീകമായി രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായി യേശുവേ ഉറക്കെ വിളിക്കുന്നു. യേശുവേ നല്ലൊരു ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ. സ്വതന്ത്രമായി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിക്ക് മക്കളെ. തളർന്നു പോകാതെ വിളിക്ക്, തളർന്നു പോകാതെ വിളിക്ക്. നീ എത്രമാത്രം അയോഗ്യനാണെങ്കിലും യേശുവിന്റെ യോഗ്യതയോടൊന്ന് ചേർന്നേ, യേശുവിന്റെ യോഗ്യതയോടൊന്ന് ചേർന്നേ ഹൃദയം കൊണ്ട്. ഹല്ലേലൂയ.
ഒന്ന് ചേർത്ത് പിടിക്കാമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും ചിന്തിയ കർത്താവ്, അവന്റെ യോഗ്യതയെ ഓർത്താണ് നമ്മൾ ആരാധിക്കുക. നമ്മുടെ കരങ്ങൾ രണ്ട് മാറോടൊന്ന് ചേർത്ത് പിടിക്കാം. എന്നിട്ട് ഹൃദയത്തിൽ ഒന്ന് പാടാം, കർത്താവേ നീ യോഗ്യൻ എല്ലാ സ്തുതികൾക്കും എല്ലാ പുകഴ്ചയ്ക്കും. ഏക കാരണം നീ മാത്രമാണ്. കണ്ണുകളടച്ച് ഹൃദയത്തിലൊന്ന് പാടിക്കേ. നീ മാത്രമാണ് പൊന്നു കർത്താവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരിക്കൽ കൂടി പാടാമോ? ഹൃദയത്തിൽ പാടുന്നു. മക്കളിതാ പ്രാർത്ഥിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിതാ ഈ ആരാധന ചേർത്ത് വയ്ക്കുന്നു. പ്രിയപ്പെട്ടവർ, രണ്ട് കരങ്ങളെ കർത്താവിന്റെ പക്കലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? രണ്ട് കരങ്ങളെ കർത്താവിന്റെ പക്കലേക്ക് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുക. യേശുവിനെ ഒന്ന് കൺമുന്നിൽ കാണുക. അറക്കപ്പെട്ട കുഞ്ഞാടിനെ ഒന്ന് കാണുക. അവൻ നിനക്ക് വേണ്ടി മരിച്ചു. അതെന്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം, എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം. എല്ലാ രോഗികളും ആരാധിക്കട്ടെ. അവന്റെ മുഖത്തേക്കൊന്ന് നോക്കുക. കൊല്ലപ്പെട്ട കുഞ്ഞാട്, അതേ യോഹന്നാൻ കണ്ട കുഞ്ഞാട്, ഇന്ന് ജീവിക്കുന്നവനായ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കപ്പെടുന്നു. ഇതാ ഇപ്പോൾ കർത്താവിന്റെ സ്പർശനം ലഭിക്കുന്നു. കരങ്ങൾ ഉയർത്തി അവന്റെ യോഗ്യത ചേർത്തൊന്ന് സ്തുതിക്കാമോ? എല്ലാവരും സ്തുതിക്കുന്നു, സ്വയം മറന്നു സ്തുതിക്കുന്നു. നിങ്ങളുടെ പരിസരം ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും യേശുവിനെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാവരും ആരാധിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിനെ വിളിക്ക് മക്കളെ, യേശുവിനെ വിളിക്ക്. സ്വർഗ്ഗം ചാലികൾ ഇറങ്ങട്ടെ. പരിശുദ്ധന്മാരുടെ ഭാഷയിൽ സ്തുതിക്കാമോ? പരിശുദ്ധന്മാരുടെ ഭാഷയിൽ സ്തുതിക്കാമോ? പരിശുദ്ധന്മാർ സഹകരിക്കാമോ? യേശുവേ, വിളിക്ക് മക്കളെ, ആരാധിക്കുക, ആരാധിക്കുക. Mighty power, mighty power. Holy Spirit, Holy Spirit, Holy Spirit. Fill, fill everybody. Shabarabbalabio. എന്റെ പ്രാണപ്രിയനെ വിളിക്ക മക്കളെ, വളർന്നു പോകാതെ യേശുവിനെ വിളിക്ക്. യേശുവേ ചങ്കപട്ടി വിളിച്ചേ. കുഞ്ഞാടിനെ ഓർത്തു സ്തുതിച്ചേ. ദിവ്യ കുഞ്ഞാടേ, ഞങ്ങൾക്ക് വേണ്ടി കാലുവരിൽ അറക്കപ്പെട്ട കുഞ്ഞാടേ, we love you, we worship you. I love you Jesus. Hallelujah, hallelujah. സ്തുതിക്കട്ടെ. ഓ, യേശുവിനെ വിളിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു 4-5 പേർക്ക് കേൾക്കാവുന്ന ഉച്ചത്തില് യേശുവിന്റെ നാമത്തെ വിളിക്കാമോ? ജീവിക്കുന്ന ദൈവത്തെ ചങ്കുപൊട്ടി വിളിക്കാമോ? യേശുവേ, യേശുവേ, നീ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഹോളി, 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 ഹോളി. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. സർവ്വചരാചരങ്ങളോട് ചേർന്ന എല്ലാ നാവും യേശുവിനെ വാഴ്ത്തട്ടെ.
യേശുവേ, എന്റെ സ്നേഹമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എന്റെ എല്ലാ യോഗ്യതകളും പറഞ്ഞ് എന്നോട് കരങ്ങൾ കാണിക്കുന്നത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. I love you, Jesus. I love you, Jesus. കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാം. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാമോ? കണ്ണുകളടച്ച ഉള്ളിൽ തട്ടിയെന്ന് പറയാമോ? ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ, നീയാണ് എൻ്റെ ദൈവം. കർത്താവെ, നീ മാത്രമാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പാ. I love you, Jesus. I love you, Jesus. I love you, Jesus. I love you, Jesus. എൻ I love you, കർത്താവേ, എല്ലാരെക്കാളും ഉപരിയായി എല്ലാരെക്കാളും വലതുകരം ഉയർത്തിപ്പിടിച്ച്, വലതുകരം ഉയർത്തിപ്പിടിച്ച് മാത്രം കണ്ണുകളടച്ച് കർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് പാടിക്കേ. സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു ഞാൻ ഞാൻ കർത്താവേ. എൻ കർത്താവേ. I love you. എല്ലാരെക്കാളും എന്റെ സമസ്ത വസ്തുവകളെക്കാളും, എന്റെ പ്രിയപ്പെട്ടവരെക്കാളും, എന്റെ അധികാരത്തെക്കാളും, സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അരൂപിൽ ചേരാമോ? അരൂപിൽ ചേരാമോ? പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ ദൈവസ്നേഹം നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ. Pass, pass. Holy Spirit, fill. Thank you, thank you. നന്ദി, 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 നന്ദി. Thank you, Jesus. എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ അങ്ങേ ആരാധിക്കും. നന്ദി പറയാം, എല്ലാത്തിനും നന്ദി. താങ്ക് യു, ജീസസ്. പ്രൈസ് ജീസസ്, പ്രൈസ് ജീസസ്. താങ്ക് യു, ജീസസ്. ആരാധനയ്ക്കായി നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തെ ഓർത്ത് നന്ദി പറയുന്നു. താങ്ക് യു. പ്രൈസ്. Praise the Lord. Praise the Lord. കരങ്ങൾ വീശി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിരിക്കാം.